CPM വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം വോട്ടിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമായിരുന്നു അവർ ഇത്ര കാലവും നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം അവർക്ക് മഞ്ചേരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഒരു മുൻ കോൺഗ്രസ്സുകാരനെയാണ് അവർ TK ഹംസയാണ് അവർ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. മഞ്ചേരി ലോക്സഭാ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ട് തങ്ങൾക്ക് പൊന്നാനിയിൽ ജയിക്കാൻ പറ്റുമെന്ന് അവർ കരുതി. പൊന്നാനിയിൽ അവർ എന്താണ് ചെയ്തത്? മദനിയെ പോലെയുള്ള ഒരു തീവ്രവാദ കേസിൽപ്പെട്ട ആളെയാണ് അവർ കൊണ്ടുവന്നത്. മദനിയെ മോചിപ്പിക്കാനുള്ള ശ്രമം, മദനിയെ വേദിയിൽ കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള ശ്രമങ്ങളാണ് CPM നടത്തിയത്. അവർ ചെയ്തത് മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് തങ്ങൾക്ക് സ്വാധീനം നേടണം. ആ സ്വാധീനം നേടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട്, വർഗസമരം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തൊഴിലാളികളുടെയും കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്, സമരങ്ങൾ നടത്തിക്കൊണ്ട്, യുവാക്കളുടെ സമരങ്ങൾ നടത്തിക്കൊണ്ട് തങ്ങൾക്ക് മുസ്ലിങ്ങളെ ആകർഷിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്തത് മുസ്ലിം വർഗീയ സംഘടനകളായിട്ട് അല്ലെങ്കിൽ സാമുദായിക സംഘടനകളായിട്ട് ചങ്ങാത്തമുണ്ടാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം നമുക്കറിയാം, സുന്നികളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് EK സുന്നിയും, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നയിക്കുന്ന EK സുന്നി വിഭാഗം. അതേപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP വിഭാഗം, AP സുന്നികൾ. മലപ്പുറത്ത് അവരെന്താ ചെയ്തത്? AP സുന്നികളായിട്ട് സഖ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ എല്ലാ തീവ്രവാദ സംഘടനകളായിട്ട്, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സംഘടനകളായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഖ്യമുണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പൊ മുസ്ലിം ലീഗിൻ CPM-ന്റെ നേതൃനിരയിലേക്ക് വന്ന KT ജലീലൊക്കെ സിമി എന്ന് പറയുന്ന സംഘടനയിലൂടെ വന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ സിമിയെ തള്ളി പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല ആരൊക്കെ തള്ളിപ്പറയും, ആരുടെയൊക്കെ മനസ്സിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. കാരണം പക്ഷെ ഇപ്പോഴും നമുക്കറിയാം, CPM-ന്റെ കൂടെ നിന്നിരുന്ന പല മുസ്ലിം പ്രാമാണിമാരും ഇപ്പൊ അവസരമൊക്കെ മാറിയ സമയത്ത് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. PV അൻവർ, അദ്ദേഹം പണ്ടൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ അദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ നല്ല സ്വാധീനമുള്ളൊരു നേതാവാണ്. അദ്ദേഹം നല്ല വോട്ട് പിടിക്കാൻ കഴിയും. അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂർ സീറ്റ് കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന ആളാണ്. അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തിരുന്ന ആരാണ്? CPM ആണ് കൊടുത്തിരുന്നത്. അയാളൊരു ശരാശരി മുസ്ലിം അല്ല. അയാൾ അത്യാവശ്യം കച്ചവടമൊക്കെ ചെയ്യുന്ന, ദക്ഷിണാഫ്രിക്കയിലും ഒക്കെ പോയിട്ട് പല കച്ചവടങ്ങൾ ചെയ്യുന്ന, പല ക്രിമിനൽ കേസുകളിൽ ആളുകളെയൊക്കെ സഹായിക്കുന്ന, ഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു നിഗൂഢമായ ചരിത്രമുള്ള ആളാണ് PV അൻവർ. അങ്ങനെ പോലുള്ള ഒരാളെ MLA ആക്കി കൊണ്ടുവന്നത് ആരാണ്? അത് കേരളത്തിലെ CPM നേതൃത്വമാണ്. അതേപോലെ തന്നെ നിരവധി മുസ്ലിം വ്യാപാരികളെ, വലിയ പണക്കാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി. ഇപ്പൊ അബ്ദുറഹിമാൻ കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹത്തെ താനൂരിന് ജയിപ്പിച്ചെടുത്തു. ഇപ്പൊ KT ജലീലിനെ ജയിപ്പിച്ചെടുത്തു. അങ്ങനെ നിരവധി പേര്. മഞ്ഞലാംകുഴിയെ ഇടയ്ക്ക് സ്വതന്ത്രനായിരുന്നു, അദ്ദേഹത്തെ അവർ പിന്തുണച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് ലീഗിലേക്ക് തിരിച്ചുപോയി. ഇപ്പൊ ഇതാ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന വലിയ നല്ല ക്യാരക്ടർ ഒന്നുമല്ല കാരാട്ട് റസാഖൊക്കെ. കാരാട്ട് റസാഖിന്റെ കൂപ്പർ കാറിൽ കയറിയതിന് ഏറ്റവും അധികം വിമർശനം നേരിട്ട ആളാണ് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ കാരാട്ട് റസാഖിനെയൊക്കെ അവർ കൊടുവള്ളിയിൽ നിന്ന് MLA ആക്കി. അതേപോലെ തന്നെയാണ് അൻവർ. അങ്ങനെ നിരവധി ആളുകൾ മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള ആളുകളൊക്കെ തന്നെ. അപ്പം അവരൊക്കെ തന്നെ അവരുടെ സോഷ്യലിസ്റ്റ് സമീപനം കൊണ്ടോ, അല്ലെങ്കിൽ പുരോഗമന നിലപാട് കൊണ്ടോ, കമ്മ്യൂണിസത്തോടുള്ള മതിപ്പ് കൊണ്ടോ അല്ല, അവരൊക്കെ തന്നെ എന്താണോ അവരങ്ങനെയായി തുടരുന്നു. പക്ഷെ CPM ആണ് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി, മലപ്പുറത്തേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി, അല്ലെങ്കിൽ മലപ്പുറത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെ കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാ ആളുകളും തിരിച്ചു പോവുകയാണ്. PV അൻവർ തിരിച്ചുപോയി. അൻവർ തിരിച്ചു പോകുന്ന സമയത്ത് ഇവർക്കെതിരെ കുറെ തെറി പറഞ്ഞാണ് പോകുന്നത്. ഇപ്പം കാരാട്ട് റസാഖ് പോയി. അപ്പൊ താൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്, ഈ ദുരിതത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ MLA ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രാമാണിമാരും ആരൊക്കെയാണോ മലപ്പുറം ജില്ലയിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി CPM ആശ്രയിച്ചത്, അങ്ങനത്തെ പ്രമാണിമാരൊക്കെ തന്നെ ഇപ്പൊ പതുക്കെ പാർട്ടിയെ കൈവിട്ട് അവരൊക്കെ തന്നെ UDF-ൽ പാളയത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ ആയി എന്ന് പറയാറുണ്ട്. അതേപോലുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോ മലപ്പുറത്തെ CPM-ലേക്ക് വന്ന ഈ മുസ്ലിം പ്രാമാണിമാരൊക്കെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇനിയെങ്കിലും CPM എല്ലാ സ്ഥലത്തും എങ്ങനെയാണോ പാർട്ടി വളർത്തിയത്, ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കി, കർഷകരുടെ സംഘടന ഉണ്ടാക്കി, കർഷക തൊഴിലാളികളുടെ സംഘടന ഉണ്ടാക്കി, അതേപോലെ തന്നെ യുവാക്കളുടെ സംഘടന ഉണ്ടാക്കി, സ്ത്രീകളുടെ സംഘടന ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ സംഘടനകളിലൂടെ ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് നിങ്ങൾ പാർട്ടി വളർത്തിയത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രം എന്തിനാണ് നിങ്ങളൊരു പ്രത്യേക നയം എടുക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ഈ തൊഴിലാളി ആഭിമുഖ്യമുള്ള പരിപാടികൾ നടത്തിയാൽ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളും വരില്ലേ? മുസ്ലിങ്ങളായ തൊഴിലാളികളൊക്കെ തൊഴിലാളികളല്ലേ? മുസ്ലിങ്ങളായ കർഷകരൊക്കെ കർഷകരല്ലേ?
അപ്പം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ എങ്ങനെയാണോ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടാണ് നിങ്ങൾ പാർട്ടിയെ വളർത്തിയതെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പാർട്ടി വളർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുസ്ലിങ്ങളായ ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവന്നുകൂടാ? ഇപ്പൊ മുസ്ലിങ്ങളായ ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം പ്രാമാണിമാരെ സ്ഥാനാർത്ഥിയാക്കി അവരെ ജയിപ്പിക്കുന്ന ഒരു പരിപാടി, അത് തിരിച്ചടി കിട്ടുകയാണ് CPM നേതൃത്വത്തിൽ. അങ്ങനെ ഒന്നൊന്നായിട്ട് CPM-ലേക്ക് വന്ന ഓരോ നേതാക്കളും അല്ലെങ്കിൽ ഓരോ പ്രാമാണിമാരും അവരൊക്കെ തന്നെ തിരിച്ചു പോകുന്നതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാരാട്ട് റസാഖിന്റെ ആ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.